അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാൻ സന്നിധാനത്ത് കൂടുതൽ ആംബുലൻസുകൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വകുപ്പ് തല അനുമതി ഇല്ലാത്തതിനാൽ കൂടുതൽ ആംബുലൻസുകൾ സന്നിധാനത്തെത്തിക്കുവാൻ കഴിയില്ലെന്നും ആരോപണമുണ്ട്. ശബരിമല സന്നിധാനത്തും ചരൽമേട്ടിലുമാണ് മല കയറുന്നതിനും ഇറങ്ങുന്നതിനും സാധ്യമാകുന്ന തരത്തിലുള്ള രണ്ട് പ്രത്യേക ആംബുലൻസുകളുള്ളത്. നീലിമല, അപ്പാച്ചിമട പ്രദേശങ്ങളിൽ വെച്ച് അടിയന്തര ചികിത്സ ആവശ്യമായ രോഗികളെ പമ്പയിലെത്തിക്കാൻ ആംബുലൻസ് സംവിധാനം ഇല്ല. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാരോ ചരൽമേട്ടിൽ നിന്നുള്ള ആംബുലൻസോ എത്തിവേണം അത്യാസന്ന നിലയിലുള്ള രോഗികളെ പമ്പയിലെത്തിക്കാൻ. തീർത്ഥാടനകാലം തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് ഹൃദ്രോഗബാധയെ തുടർന്ന് ജീവഹാനി സംഭവിച്ചത് ഇവിടെ വച്ചായിരുന്നു. എന്നാൽ അടിയന്തര വൈദ്യസഹായം കിട്ടിയതിനാൽ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാനായി. ഈ സാഹചര്യം കണക്കിലെടുത്താണ് സന്നിധാനത്ത് കൂടുതൽ ആംബുലൻസുകൾ പ്രവേശിക്കാൻ അനുമതി വേണമെന്ന ആവശ്യം ചില വകുപ്പുകൾ ഉന്നയിക്കുന്നത്. ഇതേ സാഹചര്യം ഉന്നയിച്ച് അയ്യപ്പ സേവാ സംഘം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. എന്നാൽ വനംവകുപ്പും ദേവസ്വം ബോർഡും അനുകൂല തീരുമാനമെടുക്കാത്തതിനാലാണ് കോടതി ഇത് പരിഗണിക്കാത്തത്. നമുക്കിപ്പം ആംബുലൻസ് സർവീസ് കയറ്റാനുള്ള പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കയറ്റാം. അപ്പാച്ചിമേട്ടിൽ നമുക്ക് സ്ട്രെച്ചർ സർവീസ് ഫുള്ളായിട്ടുണ്ട്. അപ്പാച്ചിമേട്, മരക്കൂട്ടം, സരംകുറ്റി എന്ന സ്ഥലങ്ങളിലും ഇവിടെ സന്നിധാനത്ത് നമുക്ക് 10 സ്ട്രെച്ചർ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. 24 അവേഴ്സ് എമർജൻസി വാളണ്ടിയേഴ്സ്, 150 വാളണ്ടിയേഴ്സ് സർവീസിന് 24 അവേഴ്സും തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്ത് നമ്മൾ ഇന്നലെ ഇതുപോലെ നമ്മൾ 300 സ്ട്രെച്ചർ ഇവിടെ നമ്മൾ സന്നിധാനത്തും പമ്പയും പിന്നെ മരണപ്പെട്ടവരെയും പമ്പയും കൊണ്ടാക്കുന്നതാണ് നമ്മൾ വാളണ്ടിയേഴ്സിൻ്റെ സർവീസ്. അപ്പോൾ ഇതുപോലുള്ള എമർജൻസി പീരീഡിൽ നമ്മൾ ആംബുലൻസ് സർവീസ് ഒരെണ്ണമോ രണ്ടെണ്ണമോ കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫർദറായിട്ട് നല്ല ഒരു യൂസ് ഉണ്ടാവും. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ആംബുലൻസ് അയ്യപ്പ സേവാ സംഘം പമ്പയിൽ എത്തിച്ചുവെങ്കിലും സന്നിധാനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡോ വനംവകുപ്പോ അനുമതി നൽകിയിട്ടില്ല. വകുപ്പുകൾ തമ്മിലുള്ള പടലപ്പിണക്കമാണ് ഇതിന് പിന്നിലെന്നും പരാതിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആംബുലൻസുകൾ വേണ്ട എന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. തിരക്കുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സ്ട്രക്ചർ സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം തീപ്പൊള്ളലേറ്റപ്പോൾ പരിക്കു പറ്റിയവരെത്തിക്കാൻ ആംബുലൻസിന് വേണ്ടി കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായി. പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെട്ട സ്ഥലമായതിനാൽ സന്നിധാനത്തേക്ക് കൂടുതൽ ആംബുലൻസുകൾ പ്രവേശിപ്പിക്കേണ്ട നിലപാടിലാണ് വനംവകുപ്പും. എന്നാൽ സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ സേനാ അംഗങ്ങൾ കൂടുതൽ ആംബുലൻസ് വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് നിന്നും സബിൻ ചെത്തുലിനും അനന്തുവിനുമൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.